Welcome back, guys. This is day 2. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമാണ് ബാന ഹിൽസ്. ഇതാണ് വിയറ്റ്നാം ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു കുന്നിൻ്റെ മേലെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ വിയറ്റ്നാമിലെ ഒരു സ്വർഗം തന്നെയാണ് ഞാൻ കണ്ടത്. ഫ്രണ്ടിൽ തന്നെ ബാന ഹിൽസിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാന ഹിൽസിലെ ഏറ്റവും വലിയ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് 4 സീസൺസ് അനുഭവിക്കാൻ കഴിയുന്ന പറയുന്നത്. രാവിലെ ചെല്ലുകയാണെങ്കിൽ സ്പ്രിംഗ് സീസൺ ആയിരിക്കും, ഉച്ചയ്ക്ക് സമ്മർ സീസൺ ആയിരിക്കും, വൈകുന്നേരങ്ങളിൽ ഓട്ടം സീസൺ ആയിരിക്കും, രാത്രിയാണെങ്കിൽ നല്ല വിന്റർ സീസൺ ആയിരിക്കും. ഇങ്ങനെ കാലാവസ്ഥ മാറുന്ന കാരണം കൊണ്ട് നമ്മൾ ജാക്കറ്റ് കയ്യിൽ പിടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഹൈയസ്റ്റ് കേബിൾ കാർ. കടൽ നിരപ്പിൽ നിന്നിട്ട് 1400 മീറ്റർ ആണ് പറയണേ. നമുക്ക് നോക്കിട്ട് വരാം. விழிகளிலவும் தேடல் செவிகளிலவும் பாடல் இரண்டுக்கும் நடுவிலே இதயத்தின் ഫുൾ മഞ്ഞായിട്ടാ നോക്കി ചെയ്യാൻ. ഒന്നും കാണില്ല, വന്നിട്ട് മൂടിയേക്കാം. ഫൈനലി ഇവിടെ എത്തി. മുട്ടിക്കത്തെ തടവ് പറ്റണില്ല, അത്രയും തടവ്. വിയറ്റ്നാമിക്ക് വരാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണമാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. ഇത്രയും അടിയുടെ മേലെ നിന്നൊരു ബ്രിഡ്ജ് നമ്മൾ ശരിക്കും മേഘങ്ങൾ ഇങ്ങനെ തൊട്ട് പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. മേഘങ്ങളുടെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കണ, ആകാശത്തോടെ പറന്ന് നടക്കണ ഒരു ഫീലിങ്സ് ആട്ടാ. ഈ ബ്രിഡ്ജിനെ താങ്ങി നിർത്താനായിട്ട് 2 കൈകളുണ്ട്. കണ്ടാൽ നമുക്ക് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഫൈബർ ഗ്ലാസും മെഷ് ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കിയേക്കണത്. പഴക്കം തോന്നാൻ വേണ്ടിയിട്ട് അതിൽ പായലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാ. ഫോഗ് കാരണം ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ആവണില്ല, പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബ്രൂവറി ഹൗസിലേക്കാണ്. ഇവിടെയാണ് ബീർ ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളിലാണ് ഈ ബീറൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്നത്. വിയറ്റ്നാമിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രൂവറി ഹൗസ് ആണ് ഇത്. അപ്പനെ പിടിച്ചു നിക്കാണ് 2 പേരും. അയ്യോ രക്ഷയില്ല, അത്രയും തണവ. നല്ല തണവായതുകൊണ്ട് പറ്റണുണ്ടായില്ല. 2-3 ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ആ തണവ് ഒട്ടും പറ്റണില്ല. അപ്പൊ കുറച്ചു നേരം ഒന്ന് ഓടിയ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. ബാന ഹിൽസിന്റെ ഹിസ്റ്ററിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ആദ്യം ഇവിടെ വന്നിരുന്നത് ഫ്രഞ്ചുകാരാണ്. ഈ വിയറ്റ്നാമിലെ ഡനാഗ് നഗരത്തിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർക്ക് ഒരു ഹിൽ സ്റ്റേഷൻ പണിതു. അക്കാലത്ത് 100 കണക്കിന് വില്ലകളും ഒപ്ര ഹൗസുകളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് യുദ്ധമൊക്കെ വന്നിട്ട് ഈ പ്രദേശം അങ്ങനെ തന്നെ നശിച്ചു പോയി. പിന്നെ സൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരാണ് ഇവിടെ ഒരു ഫ്രഞ്ച് വില്ലേജ് പണിതെടുത്തത്. അങ്ങനെ കുറേ നേരം മഞ്ഞത്ത് നടന്നിട്ട് ഈ ഫാന്റസി പാർക്കിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടി. ഈ 3 നിലയിലായിട്ടാണ് ഈ പാർക്കുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ബാന ഹിൽസിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള മിക്ക ഗെയിംസും നമുക്ക് ഫ്രീ ആണ്. പിന്നെ 1-2 ഗെയിംസിന് മാത്രം നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഇപ്പം ഈ കാണുന്നത് 29 മീറ്റർ ഉയരമുള്ള പാറയാണ്. ഇതിൽ കയറിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോവാം. പക്ഷെ പിള്ളേരുള്ളവരോട് ഞങ്ങൾ വലിയ ഗെയിമുകൾക്കൊന്നും പോയില്ല. കുറച്ച് കുഞ്ഞു ഗെയിമുകൾ മാത്രമേ കളിച്ചുള്ളൂ. എൻട്രിക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോയാണ് മെഗട്രോൺ. അയ്യോ ഓപ്റ്റിമസ് പ്രൈം മെഗട്രോൺ പറഞ്ഞേ, സോറി. ഓപ്റ്റിമസ് പ്രൈം ആണ് എൻട്രിക്കിന് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഈ ഒരു ഷോ കണ്ടു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ആയിരുന്നു. കുട്ടികളുള്ളവരാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്യും. കുറേ ഉണ്ട് അവർക്ക് കളിക്കാനായിട്ട്. പിന്നെ മെയിനായിട്ട് 3D 4D 5D സിനിമകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് ടവർ, 29 മീറ്റർ നീളമുള്ള ടവറിൽ നിന്ന് നമ്മൾ താഴേക്ക് പെട്ടെന്ന് പതിക്കും.
അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് അതും ഞങ്ങൾ അങ്ങനെ കയറിയില്ല. കിട്ടണില്ല, പുക വരുന്നത് കിട്ടണില്ല. ലേഡി ബുദ്ധയുടെ സ്റ്റാച്ചു കാണാനാണ്. 27 മീറ്റർ ഉയരമുള്ള ലേഡി ബുദ്ധയാണ്. മിക്ക സ്ഥലത്തും നമുക്ക് ബുദ്ധയുടെ സ്റ്റാച്ചു കാണാം. കരുണയുടെ പ്രതീകമായിട്ടാണ് അവര് ബുദ്ധനെ കാണുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ ബുദ്ധ ഉണ്ടാവും എന്നാണ് അവരുടെ വിശ്വാസം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല സുഖാട്ടാ. ഭയങ്കര തണുവ്, പിന്നെ ഭയങ്കര ശാന്തമായ അറ്റ്മോസ്ഫിയർ. ചെറിയൊരു പാരീസ് അവർ സെറ്റ് പണിത് വെച്ചേക്കണ പോലെ ഉണ്ടല്ലേ. ആരെങ്കിലും ടൂർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പാക്കേജ് എടുക്കുന്നതായിട്ട് ഫുഡ്. അതാകുമ്പോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാനില്ല. ആളെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ. കൂടെ നീയില്ലെങ്കിൽ ഇനി ഞാനില്ല. ഓറഞ്ച് ഡോണറ്റ് കേക്കാണ്. എണ്ണയിൽ ഞങ്ങൾ കൊടുക്കുന്നത് കാതോർത്തു പാട്ടിൻ പാൽക്കടൽ നീ തന്നു, കരയോടലിയും പ്രണയ തിരയായി ഞാൻ. ഉള്ളിൽ ഓറഞ്ച് കളറ് ബട്ടർ ഒരു മൊഴി കേൾക്കാൻ കാതോർത്തു പാട്ടിൻ അരിവാൾ ചുറ്റി കേട്ടാ അത് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇനി ഹിൽസിന്റെ താഴെ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ട്രെയിൻ കയറണം. അത് കഴിഞ്ഞിട്ടാണ് കേബിൾ കാർ കയറുക. അപ്പൊ ട്രെയിൻ കയറാൻ നിന്നപ്പോൾ ടൂർ ഗൈഡ് പറഞ്ഞു ഏറ്റവും ബാക്കിൽ പോയി നിൽക്കുക, നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഏത് തിക്കും തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ തന്നെയായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന സ്ഥലം ബാന ഹിൽസിലെ സ്റ്റാഫ് താമസിക്കുന്ന സ്ഥലമാണ്. നമുക്ക് തോന്നും അയ്യോ ഇവിടെ എത്ര വീണ്ടും സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്ന്. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവസാനം ഞങ്ങൾ പിങ്ക് ചർച്ചിലേക്ക് പോയി. നിൻപൂമധുരം ചുണ്ടിൽ തായോ, ഇളമാൻ കൊമ്പത്തെ പുതു പൊന്നു ഞാലാടാൻ നറുമുത്തേ വാവാ. ഈ പിങ്ക് കളർ ചർച്ച് നിങ്ങൾക്ക് കണ്ടറിയാം. പിങ്ക് കളറാണ് അതിന്റെ പെയിന്റ്. ആ പെയിന്റ് ലൈൻ ബേസ്ഡ് പെയിന്റ് ആണ്. അപ്പൊ നമുക്ക് അകലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് അകലെ നോക്കിയാലും നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ കളർ പെയിന്റിന് ഏറ്റവും മേലെ റൂസ്റ്ററിനെ കാണാൻ പറ്റും. അത് ബൈബിളിലെ സെന്റ് പീറ്റർ ആ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതവിടെ വെച്ചേക്കണേ. ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഫുള്ള് ഇവിടേക്ക് പണി നടക്കണതുകൊണ്ട് ഉള്ളില് പറ്റില്ല കയറാൻ.